എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ 60 ഡേയ്സ് മാരത്തോൺ ക്ലാസ്സിന്റെ ഇന്ന് നമ്മൾ സിവിക്സ് ടോപ്പിക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ കുറച്ചുപേരൊക്കെ നേരത്തെ ഇവിടെ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആപ്പിൽ ജോയിൻ ചെയ്തവര് ചിലവരൊക്കെ ആണെങ്കിൽ പുറത്തുനിന്നുള്ളവരൊക്കെയാണ്, അല്ലാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. സോ നമ്മൾക്ക് ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്മൾ എന്തുമാത്രം നമ്മള് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. PSC കൂടുതൽ ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 2021 മുതൽ 2024 വരെയുള്ള സിവിക്സിൽ വന്ന ടോപ്പിക്സുകൾ, ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത് പ്രിലിംസ്. അപ്പം അത് ഇപ്പം ഡിഗ്രി മാത്രമല്ല, എല്ലാ ഏരിയയും, അതായത് PSC എന്തുമാത്രം എക്സാംസ് നടത്തിയിട്ടുണ്ട്. ഒരു വർഷം PSC എന്തായാലും 70-ന് മേലെ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് എന്തുമാത്രം ആ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഒരു കോർ ഏരിയ മനസ്സിലാവും. PSC എവിടെ നിന്നാണ് ചോദിക്കുന്നത്. കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സിലബസാണ്. ഇപ്പം സിവിക്സിന്റെ ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ എത്ര 5 മാർക്ക് എന്തോ ഉണ്ട്. അപ്പൊ ഈ 5 മാർക്ക് പക്ഷെ പഠിക്കാൻ നമുക്ക് എന്താണ് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്, നിർത്താതെ കണ്ടന്റ്. ഈ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൽ തന്നെ എന്തുമാത്രം കണ്ടന്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് എല്ലാം ചേർത്ത് കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതിനകത്ത് PSC കൂടുതൽ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മാരത്തോൺ സെക്ഷൻ നമ്മൾ വെച്ചേക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ എവിടെയാണ് പഠിച്ചത്, കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയ ഏതൊക്കെയാണ്, PSCക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ആണ് അവര് എന്താണ് എല്ലാ വർഷവും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏത് എക്സാമിനായാലും അവര് ആ ഒരു സിലബസിലുള്ള ആ ഏരിയ അവര് ഫോക്കസ് ചെയ്യും. അവരെങ്ങനെ പോയെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസിന് അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം അവര് ഇടുന്നുണ്ട്. ഇപ്പൊ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ രീതിയിലൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻസ് ഇപ്പൊ ഒരു വർഷം ചോദിച്ചു, ഇപ്പം കഴിഞ്ഞ ഒരു 2020 എക്സാമിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിലെ ഓപ്ഷൻ വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ എഴുതും, അല്ലെങ്കിൽ ആ ഓപ്ഷൻ വെച്ച് അവർ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് PSC നമ്മളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ തോന്നും. ചിലതാണെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ട് വായിച്ചാൽ മാത്രമേ അത് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം അതൊരു എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ അതല്ലായിരിക്കും. അതിനകത്ത് വേർഡ് ബൈ വേർഡ് നമ്മൾ വായിക്കണം. ആ ഒരു വേർഡ് ബൈ വേർഡ് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആ ആൻസർ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നമ്മൾ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എങ്ങനെ വേണം തെറ്റിക്കാൻ വേണ്ടി അവർ ഇടുന്നതാണ്. അപ്പം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ലൈവ് ക്ലാസ് എടുത്തതിൽ ഈ ഇനിയുള്ള രണ്ട് ടോപ്പിക്കുണ്ട് സിവിക്സിൽ. ഇനിയൊരു സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. അപ്പൊ നമ്മൾ ഈ മാരത്തോൺ സെക്ഷനകത്ത് ആ 2 ടോപ്പിക്ക് വരുന്നുണ്ട്. ഞാൻ അതും കൂടെ വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ സെക്രട്ടറി ടെസ്റ്റിന്റെ വരുന്ന എല്ലാ ടോപ്പിക്സും സിവിക്സിന്റെ സകല ടോപ്പിക്സും നമ്മൾ തീർത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ റിവിഷൻ മാത്രം ചെയ്താൽ മതി. ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്, എന്നാൽ നമ്മൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. അഗൈൻ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതല്ല എല്ലാവരും, ഇപ്പൊ ഇതിനകത്തുള്ള ആൾക്കാർ എല്ലാവരും നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് കമന്റ് ഇടുക. ഏതെങ്കിലും രീതി അറിയാത്ത ആൾക്കാർ കാണത്തില്ലല്ലോ. ഒരു ക്വസ്റ്റ്യന്റെ ഏതെങ്കിലും ഒരു രീതിയിൽ അറിയാത്ത ആൾക്കാരില്ല. അപ്പൊ അവര് നിങ്ങൾ ജസ്റ്റ് കമന്റ് ഇടുക. കാരണം ഇതിന്റെ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പൊ നിങ്ങൾ ഇവിടെ തെറ്റിക്കുവാണെങ്കിൽ, ഇവിടെ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വരുത്തി, നിങ്ങൾ ആക്ച്വൽ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് അതേ രീതിയിലൊരു ക്വസ്റ്റ്യൻ, അതേ ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരും, നമ്മൾ അന്ന് അത് തെറ്റിച്ചാണല്ലോ എന്നുള്ളത്. അപ്പൊ നമുക്ക്
അവിടെ കാര്യങ്ങൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി നമുക്ക് കാര്യങ്ങൾ ആ സമയത്ത് നമ്മുടെ എക്സാം ഹാളിലേക്ക് നമ്മളിലേക്ക് വരും. അപ്പൊ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മള് എന്താണ് ചുമ്മാ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് ഈ കാര്യങ്ങളൊന്നും കേട്ട് കേട്ട് പോകും. ജസ്റ്റ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ ഡി ആണോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 2021 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്തു പോകും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 73rd amendment is related to Panchayat Raj system. 74th amendment is related to urban local body system, urban local government system. So ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്? only 1, 2, all of above, neither 1 or 2. ഏതാണ് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ഇടുക. 73rd amendment is related to Panchayat Raj system. 2 പേരായി 4 ആയി 12 പേരുണ്ട് കേട്ടോ. അതിൽ ഞാനും കൂട്ടി 11 പേരുണ്ട്. സോറി, ഞാനും കൂട്ടി 12 പേര്. 11 പേരോളം കമന്റ് ഇടണം. ഞാൻ നോക്കും, നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ടേ ഞാൻ നോക്കത്തുള്ളൂ. 7 പേരായി. ബാക്കിയുള്ളവരും ഇട്, വായിച്ചു നോക്കി ഇട്. നിങ്ങൾക്ക് നാണോ പേടിയോ ഒന്നും വേണ്ട. നമ്മൾ ആരും മുഖം പോലും കാണുന്നില്ല, നിങ്ങളുടെ ആരെയും ഞാൻ കാണുന്നില്ല. ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിയാണോ തെറ്റാണോ, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ശരി, നമുക്ക് നോക്കാം എന്താണ്. 73rd amendment is related to Panchayat Raj system and 74th amendment is related to urban local government system. നമുക്കറിയാം 73rd amendmentum 74th amendmentum. 73rd amendment എന്തിനായിരുന്നു വന്നത്? പഞ്ചായത്ത് രാജിനെ കുറിച്ച്. പഞ്ചായത്ത് രാജ് എന്തായിരുന്നു? അതായത് ലോക്കൽ ഗവൺമെന്റ്സ് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അതേപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റികളുടെ ഇത് ചെയ്യാനും അതിനെ ഒന്ന് ശക്തിപ്പെടുത്താനുമായിട്ട് 74ാമത് അമെന്റ്മെന്റ് വന്നു. ഇതായിരുന്നു ഈ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ പറഞ്ഞ കാര്യം രണ്ടും എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടെന്നാല് ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1992. ഇത് 1992 വന്നെങ്കിലും പ്രാബല്യത്തിൽ വന്നത് 1993 ഏപ്രിലിൽ. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കാം. 24th ഏപ്രിൽ എന്താണ് 73rd അമെന്റ്മെന്റും അതേപോലെ തന്നെ ജൂൺ 1 74th അമെന്റ്മെന്റും വന്നിട്ടുണ്ട്. 1993 1992 ഈ ഒരു അമെന്റ്മെന്റ് വന്നു. ജസ്റ്റ് എന്താണ് 1993 ആയപ്പോഴേക്കും ഇത് എന്താണ് ഇത് നിലവിൽ വന്നത്. അപ്പം 73rd അമെന്റ്മെന്റ് എന്തായിരുന്നു? സ്ട്രെങ്തൻ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ റൂറൽ ഏരിയാസ്. അതായത് റൂറൽ ഏരിയാസിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ശക്തിപ്പെടുത്താൻ വേണ്ടി. അതേപോലെ തന്നെ 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 92 വന്നത് ടു ഇംപ്രൂവ് ദ സിസ്റ്റം ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ അർബൻ ഏരിയസ്. അതായത് മുനിസിപ്പാലിറ്റികളുടെ ഈ ഒരു എന്താണ് ഒരു സ്ട്രെങ്തിന് വേണ്ടി മുനിസിപ്പാലിറ്റിയൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഈ ഒരു ഇതായിരുന്നു 74th അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ രണ്ട് ആൻസറും എന്താണ് ശരിയായിട്ടുള്ളതാണ്. PSC 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ശരിക്കും മലയാളത്തിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റിയതാണ്. അവരുടെ മലയാളത്തിൽ വന്നതേ ഉള്ളൂ. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവർ കണ്ടില്ല വേറെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും കണ്ടില്ല. അപ്പൊ സോ നമുക്ക് ഇംഗ്ലീഷുകാർക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയാ. ഇത് നിങ്ങൾ ആ ഏരിയ ഒന്ന് നോക്കണം. പഞ്ചായത്ത് രാജ് സിസ്റ്റം അവർ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഏരിയ അവർ നല്ലപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. Which of the following is the correct statement regarding 73rd constitutional amendment? 73rd constitutional amendment എന്തിനെ പറ്റിയാണ് പറയുന്നത് നോക്കുക. It provides for 3-tier system of administration at the local level. First statement ആണ്, the district panchayat is the apex organ. A 3-tier system of local administration is essential in all states. So ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ലിസ്റ്റ് എന്ന് പറയുക. സോ എന്താണ് ഈ ക്വസ്റ്റ്യനകത്ത് എന്താണ് അവർ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ചിലവർക്കൊക്കെ ഇത് തെറ്റിയിട്ടുണ്ട്, എന്താണ് തെറ്റാനുള്ള കാരണം നോക്കാം. It provides for 3-tier system of administration at the local level. ശരിയാണ്. ഈ പറഞ്ഞ എന്താണ് 3-tier സിസ്റ്റം ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ എന്താണ് ഈ ലോക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു 73rd അമെന്റ്മെന്റ് വന്നത്. Then the district panchayat is the apex organ.
അതായത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആയിരുന്നു അതിന്റെ ഏറ്റവും മുകളിലെ പഞ്ചായത്തുകളിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്താണ്. ദെൻ എ 3-tier സിസ്റ്റം ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഓൾ സ്റ്റേറ്റ്. ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. ഓൾ സ്റ്റേറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ഇത് PSCയിലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനകത്ത് ഓള് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമോ ഇല്ലയോ എന്ന് നോക്കണം. കാരണം ഈ ഒരു രീതിക്കാണ് ഇവര് PSC നമ്മളെ തെറ്റിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്. 3-tier സിസ്റ്റം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓൾ സ്റ്റേറ്റ്. കാരണം എല്ലാ സ്റ്റേറ്റിലും ഇത് ബാധകമല്ല. 2-3 സ്റ്റേറ്റുകളിലുണ്ട് ഇത് എക്സെപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഇങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ, അതായത് ഡാർജിലിംഗ് ഇങ്ങനെയുള്ള എന്താണ് സ്പെഷ്യൽ റീജിയൻസിലൊന്നും ഈ ഒരു കാര്യം ബാധകം അല്ല. സോ ഇവിടെയാണ് നമുക്ക് തെറ്റിയത്. അതേപോലെ 3-tier പഞ്ചായത്ത് സിസ്റ്റം ഏതൊക്കെയാണ്? ഒന്ന് വില്ലേജ് പഞ്ചായത്ത് ഉണ്ട്, ദെൻ എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പഞ്ചായത്ത് ഉണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്. ഇതാണ് ഈ പറയുന്ന 3-tier പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആണ് പഞ്ചായത്തുകളിലെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതെല്ലാ സ്റ്റേറ്റുകളും, അതായത് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, ഡാർജിലിംഗ് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊന്നും ഈ ഒരു കാര്യം ബാധകം അല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇവിടെ തെറ്റിയത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല, ഈ പറഞ്ഞ മേഘാലയ ഈ പറയുന്ന റീജിയനെ കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഈ ഒരു സാധനം വരുമ്പോഴാണ്, ഈ ഓൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാണ്. കാരണം എല്ലാ സ്റ്റേറ്റുകളിലും ചിലപ്പോൾ ഒരു കാര്യം ബാധകമായിട്ട് വരത്തില്ല. കുറച്ച് സ്റ്റേറ്റുകളിലൊക്കെ എപ്പോഴും എക്സെപ്ഷൻ കാണും. അത് മിക്ക ആൻസറുകളിലും. അതേപോലെ എന്താണ് ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കാര്യം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്നതിനകത്ത് ഡിഫൈൻ ചെയ്തെന്ന് വിചാരിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇതിനകത്ത് ഇന്ന ഭരണഘടന ഇന്ന ഇതിനകത്ത് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതും എന്താണ് ആ സ്റ്റേറ്റ്മെന്റും ഒന്ന് കൺഫ്യൂസിങ് ആയിരിക്കും. അതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനത്തെ തെറ്റ് വരാൻ ഒരു 90% അതിന് തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ആൻസർ ശരിയാക്കാൻ പറ്റും. ശരിയാക്കിയവരും ഓക്കെ, അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഇങ്ങനെ ഒന്നും നമുക്ക് ശ്രദ്ധിക്കുക. അതപ്പോഴാണ് നമുക്ക് ഈ ആൻസർ ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം ഇതില് 2 കാര്യങ്ങൾ, ഒന്ന് പഞ്ചായത്ത് രാജിനെ കുറിച്ചും, അത് പഞ്ചായത്ത് രാജിന്റെ ഈ പറയുന്ന 73rd അമെന്റ്മെന്റും 74th അമെന്റ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യമാണ് PSC കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഏരിയ ഒന്നും സ്ട്രെസ് ചെയ്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഇത് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പഞ്ചായത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ കുറിച്ചോ എന്തെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് ആയാലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. അത് നോക്കി എന്താണ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് മനസ്സിലാക്കി പഠിക്കുകയോ ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 50% സീറ്റ് ആർ റിസർവ്ഡ് ഫോർ വുമൺ ഇൻ ലോക്കൽ ഗവൺമെന്റ് ബോഡീസ്. Reservation is provided to SC and ST categories on the basis of population. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, if required the state can also provide reservation to OBC category. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ഇടുക. എല്ലാവരും ഇടുക. നിങ്ങൾ ആരും മടിച്ചു നിൽക്കണ്ട. നിങ്ങൾ ധൈര്യത്തോടു കൂടി എന്താണ് കമന്റ് ഇടുക. ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% സീറ്റ്സ് ആർ റിസർവ് ഫോർ വുമൺ ഇൻ ലോക്കൽ ഗവൺമെന്റ് ബോഡീസ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ 50% സീറ്റ് ആണ്. 33% സീറ്റ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാല് ഓപ്ഷൻ എ പോകും, ഓപ്ഷൻ ബി പോകും, അതേപോലെ തന്നെ ഓൾ ഓഫ് എബോ പോകും, പിന്നെ ആകെയുള്ള ഓപ്ഷൻ സി ആണ്. സോ അവിടെ ഈ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 50% സീറ്റ് 50% സീറ്റ്സ് അല്ല, ഈ പറഞ്ഞ 33% സീറ്റ്സ് ആണ് വുമൻ എന്താണ് ഇപ്പൊ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കുറച്ച് സ്റ്റേറ്റുകളിലൊക്കെ ആണെങ്കിൽ 50% സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണ് അത് നാഷണൽ ലെവലിലൊന്നും അത് മാൻഡേറ്ററി അല്ല. സോ അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതാണ് PSC അന്ന് ഒളിപ്പിച്ചു വെച്ച ഒരു ക്വസ്റ്റ്യന്റെ ഇതാണ്. അന്ന് എഴുതിയവരില് പകുതിയോളം എഴുതി ഇതൊക്കെ തെറ്റിച്ചിട്ടുണ്ട്.
ഈ ഒരു ക്വസ്റ്റിനെ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തെറ്റിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല, എന്താണ് ഞങ്ങൾക്ക് തെറ്റിയല്ലോ എന്ന് വിചാരിക്കും. അന്നും ഈ ക്വസ്റ്റ്യന് വേണ്ടി ഭയങ്കര ഈ ക്വസ്റ്റ്യൻ എഴുതിയ പകുതി ആൾക്കാർക്കും ഇതേ മിസ്റ്റേക്ക് തന്നെയായിരുന്നു ആവർത്തിച്ചത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്കും അത്രയും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുപോലെ നമുക്കും വന്നിട്ടുണ്ട്. സോ നമ്മളത് മാറ്റുക ഈ ഒരു കാര്യം. പിന്നീട് ഈ ഇതുമായിട്ട് റിലേറ്റഡ് വേറെ ക്വസ്റ്റ്യൻസ് അധികമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ റിസർവേഷൻ ഇസ് പ്രൊവൈഡഡ് ടു SC ആൻഡ് ST കാറ്റഗറീസ് ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ബേസിലാണ് ഈ പറയുന്ന SCക്കും SC ST വിഭാഗങ്ങൾക്ക് എന്താ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇഫ് റിക്വയർഡ് ദ സ്റ്റേറ്റ് ക്യാൻ പ്രൊവൈഡ് റിസർവേഷൻ ടു OBC കാറ്റഗറി. എന്താണ് സ്റ്റേറ്റിന്റെ ഇത് അനുസരിച്ച് സ്റ്റേറ്റിന് വേണമെങ്കിൽ OBC കാറ്റഗറിക്ക് ഇതേപോലെ തന്നെ റിസർവേഷൻ കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 33% of reservation is applicable through a country, although some states have provided 50% reservation. ചില സ്റ്റേറ്റുകളിൽ 50% റിസർവേഷൻ ആണ്. അതെന്താണ്? മാൻഡേറ്ററി അല്ല. നാഷണൽ ലെവലിലൊന്നും അത് മാൻഡേറ്ററി അല്ല. റിസർവേഷൻ ഇസ് പ്രൊവൈഡ് ടു SC ആൻഡ് ST കാറ്റഗറീസ് ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ബേസിലാണ് ഈ പറയുന്ന ഇത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആർ ദ പവർ ടു റിസർവേഷൻ OBC കാറ്റഗറീസ് ലോക്കൽ ബോഡീസ്. അതായത് സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസുകൾക്കും ഉണ്ട് ഈ ഒരു പവർ ഉണ്ട് റിസർവേഷൻ കൊടുക്കാൻ. OBCക്കാർക്ക് റിസർവേഷൻ കൊടുക്കാനുള്ള ഈ പറഞ്ഞൊരു പവർ ഉണ്ട്, സ്റ്റേറ്റിന് ഒരു പവർ ഉണ്ട്. ഇതാണെങ്കിൽ എന്താണ്, ഇത് ഈ ഒരു കാര്യം, അതായത് ഈ OBCക്കും ഇതേപോലെ തന്നെ OBCക്ക് റിസർവേഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുകയാണ്, അല്ലാതെ മൊത്തത്തിൽ അല്ലാതെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്റ്റേറ്റിന്റെ തീരുമാനം അനുസരിച്ചാണ്. ചില സ്റ്റേറ്റുകളിലെ കണ്ടിട്ടില്ലേ, എന്താണ് 50%, 27% OBC റിസർവേഷൻ, ചിലടത്താണെങ്കിൽ 50%, അങ്ങനെ. അപ്പം ഈ ഒരു രീതിക്കാണ് ഇത് കൊടുക്കുന്നത്, റിസർവേഷൻ കൊടുക്കുന്നത്. ജസ്റ്റ് റിസർവേഷന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുമ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ പറഞ്ഞ റിസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. Election to local bodies are conducted by state election commissioner. Okay. Elections to state assemblies are conducted by state election commissioner. The state election commission has independent power. So ഒന്ന് നോക്കുക, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇത് എളുപ്പം പറ്റുന്നതാണ്, കൃത്യമായിട്ട് വായിക്കണം. കറക്റ്റായിട്ട് വായിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. ഫസ്റ്റ് ഇത് നോക്കാം. Elections to local bodies are conducted by state election commissioner. ഓക്കെ, ഇതെന്താ, ശരിയാണോ തെറ്റാണോ? അതിൽ പറഞ്ഞു, അറിയാവുന്നത് പറഞ്ഞു, അതിൽ പറയുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറയാമോ, ഇത് ശരിയാണോ തെറ്റാണോ? യെസ്, അത് റൈറ്റ്, അത് ശരിയാണ്. ഓക്കെ ഓക്കെ, അല്ലേ, കുറെ പേര് പറയുന്നുണ്ട്. Elections to state assemblies are conducted by state election commissioner. ഇത് ശരിയാണോ തെറ്റാണോ? ഇതിനാരും ഉത്തരവില്ലേ? ഇത് ശരിയാണോ തെറ്റാണോ? Elections to the state assemblies are conducted by state election commissioner. യെസ്, ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്താണ്, അപ്പൊ ആ രണ്ടാമത്തെ തെറ്റ് പോയി കഴിയുമ്പോ തന്നെ എന്താണ്, ഇവിടെ ബി പോവും, അതേപോലെ തന്നെ എ പോവും, അതേപോലെ തന്നെ ഓൾ ഓഫ് പോകും. എന്താണെന്നറിയാവോ ഇതിനകത്ത് തെറ്റ്? Elections to state assemblies are conducted by state election commission. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണോ ഈ പറയുന്ന എന്താ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണോ ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഈ നിയമസഭയിലെയും ഒക്കെ ആണെങ്കിൽ ഇലക്ഷൻ നടത്തുന്നത് ഈ നമ്മുടെ MLA-മാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ പോകുന്നതൊക്കെ ആരാണ് വോട്ട് ചെയ്യുന്നത്, അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആരാണ് ഇത് നടത്തുന്നത്? ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തെറ്റിയത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഈ പറയുന്ന കാര്യം ചെയ്യുന്നത്. മൂന്നാമത്തെ
ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ഇൻഡിപെൻഡന്റ് പവർ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു ഇൻഡിപെൻഡന്റ് പവർ ഉണ്ടോ? ഇല്ല. ഇലക്ഷൻ കമ്മീഷനെ പോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഒരു ഇൻഡിപെൻഡന്റ് പവർ ഇല്ല. അതാണ് അവിടെ ഇത്. ഇപ്പൊ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 3ഉമാണ് കറക്റ്റ് അല്ലാത്തത്. അപ്പൊ 2ഉം 3ഉം വരുന്ന ഏതാണ്? ഈ പറഞ്ഞ ബി അല്ലേ? 2ഉം 3ഉം വരുന്നത്. അപ്പോ എന്താണ് നോട്ട് കറക്റ്റ് അല്ലാത്തത്? ബി ആണ്. എന്താണ് ഇലക്ഷൻ ലോക്കൽ ബോഡീസിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞ എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഈ പറയുന്ന ലോക്കൽ ബോഡീസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഒന്നാമത്തെ നമ്മള് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ നമ്മള് ശരിയാണ്, 2ഉം 3ഉം എന്താണ് തെറ്റാണ്. ഒന്നാമത്തെ ശരിയാകുമ്പോൾ നോട്ട് കറക്റ്റ് ആണ്. ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഇവിടെ 1 കുഴപ്പമുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്. ഈ പറഞ്ഞ 2 ഓപ്ഷൻ പോകും. പിന്നെ ഓൾ ഓഫ് എബോവ് ആണ്. ഓൾ ഓഫ് എബോവും പോവും. പിന്നെ ഓൾറെഡി നമുക്ക് ഈ പറഞ്ഞ 2ഉം 3ഉം ഉള്ളു. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല. 21-ലെ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇട്ടത്. സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ നോക്കാം. Election to the local bodies are conducted by state election commissioner. Correct ആണ്. Election to local bodies are conducted by എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. അതേപോലെ elections are conducted by state എന്താണ് ഈ ലോക്കൽ ബോഡീസിന്റെ അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റിന്റെ ഇലക്ഷൻ സ്റ്റേറ്റ് അസംബ്ലിയുടെ ഈ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല. അവിടെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇൻഡിപെൻഡന്റ് പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്കൊരു ലിമിറ്റഡ് ആണ്. ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് പവർ അല്ല, ഇലക്ഷൻ കമ്മീഷനെ പോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് പവർ ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഇല്ല. അവിടെയാണ് നമുക്ക് കാര്യം എന്താണ് ശരിയാകുന്നത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇൻഡിപെൻഡന്റ് പവർ ഉള്ളത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പവർ ഉള്ളത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് അത്രയും പവർ ഇല്ല. കാരണം അവിടെ ലിമിറ്റഡ് ആണ്. കാരണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ആണെങ്കിൽ എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സോ അവിടെയാണ് നമുക്ക് അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉള്ളത്. അപ്പൊ തെറ്റിപ്പോയാൽ വിഷമിക്കണ്ട. നിങ്ങളവിടെ നോട്ട് കാണാത്തോണ്ടായിരിക്കും ചിലർക്കൊക്കെ തെറ്റിയത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നോട്ട് കറക്റ്റ് ഈ ഒരു കാര്യം ഒന്ന് വായിക്കണം. അപ്പൊ അത് ആയതുകൊണ്ടായിരിക്കും തെറ്റിയത്. കുഴപ്പമില്ല. ഇനി വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ് ശരിയായിട്ടുള്ളത്? ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. ദ ടെന്യൂർ ഓഫ് ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് 4 years. The state finance commissioner examines the financial condition of local bodies. Just ഒന്ന് കമന്റ് ഇട്ടോളൂ. വാശിയോടുകൂടി നിങ്ങൾ ഈ ഒരു ആൻസർ ശരിയാക്കാനുള്ള ശ്രമം നടത്തുക. സോ ഫസ്റ്റ് ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ്? ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ശരിയാണോ തെറ്റാണോ? ഓക്കെ, ഐശ്വര്യ, സൂര്യ, വരട്ടെ വരട്ടെ വരട്ടെ, അത് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത് ശരിയാണ്. ആരാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആരുടെ കൺസൾട്ടേഷൻ ആണ് സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണർ ആണ്. ആരുടെ കൺസൾട്ടേഷൻ പ്രകാരമായിരിക്കും അല്ലെങ്കിൽ ആരുടെ ശുപാർശ പ്രകാരമായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് ശുപാർശ പ്രകാരമായിരിക്കും ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ. ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ ടെന്യൂർ ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് 4 years. ഇത് ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 5 years, 4 years അല്ല, 5 years. ഇവിടെ നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. മലയാളം ക്ലാസ്സിലെ പിള്ളേർ ഇതൊക്കെ തെറ്റിച്ചത് കാര്യമാണ്. സോ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ എത്ര വർഷം, എത്ര ടെന്യൂർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 years അല്ല, എന്താണ് 5 years ആണ് ഇവരുടെ ഈ പറയുന്ന ടെന്യൂർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഈ ഒരു ഓപ്ഷൻ തെറ്റായിപ്പോയി. ഈ ഓപ്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാം ഇതിനകത്തെ ഒരു ഓപ്ഷൻ നമുക്ക് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ള ഏതൊക്കെയാണ്? ബി പോയി. അപ്പോ അതേപോലെ തന്നെ
സി പോയി, അതേപോലെ തന്നെ ഓൾ ഓഫ് എബോ പോയി. ഒരു ഓപ്ഷൻ തെറ്റി കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്, 1 and 3 ആണ്, 1 ഉം 3. മൂന്നാമത്തേത് നോക്കാം. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എക്സാംസ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ലോക്കൽ ബോഡീസ്. ശരിയാണ്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണ് ഈ പറയുന്ന ലോക്കൽ ബോഡീസിന്റെ ഒക്കെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കാം. എന്താണ് the state government appoints the state finance commission. However, this will be on the basis of recommendation of the എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ പറഞ്ഞ എന്താണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണർ ആയിരിക്കും. The tenure of state finance commission is 4 years. എന്താണ് 4 years എന്നുള്ള തെറ്റാണ്. എന്താണ് 5 years ആണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് ഈ പറഞ്ഞ എന്താണ് 5 years ആയത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ. അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. നമുക്ക് 2-3 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ട്. അതായത് 43, 44 ഈ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഇത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. അത് പഠിച്ചും വെക്കണം. കാരണം അതിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങളുണ്ട്. അവിടെ PSCക്ക് ഇഷ്ടമുള്ള 2 അമെന്റ്മെന്റുകളാണ് ഈ പറഞ്ഞ 43-യും 44-ഉം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചാലേ അത് എന്താണ് നമുക്ക് എക്സാമിന് നല്ല ഗുണമുണ്ടാവും ആ കാര്യം. ദെൻ മൂന്നാമത്തെ എക്സാം ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ലോക്കൽ ബോഡീസ്. ശരിയാണ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ അവരെ എന്താണ് ഈ പറഞ്ഞ SFCയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നാണ് ഈ പറഞ്ഞ എന്താണ് ഈ ലോക്കൽ ബോഡീസിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓപ്ഷൻ ഡി 1 and 3 ആണ് ഇതിന്റെ ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരി ആക്കണം കേട്ടോ. തെറ്റിപ്പോയവര് നിങ്ങളത് ശരിയാക്കാൻ നോക്കുക. 13 പേരിൽ 12 പേരെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല, ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ കേൾക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഞാൻ വായിക്കുന്നതിന്റെ കൂട്ടത്തിലല്ല, നിങ്ങളും കൂടെ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ കമന്റ് ഇടുക. Which of the following is correct regarding the removal of judges? Okay, removal of judges. The removal of judges of the Supreme Court and the High Court is on the basis of proven misconduct. An absolute majority of Lok Sabha and Rajya Sabha is required for removal. Removal is on the basis of special majority of the Lok Sabha and Rajya Sabha. Judges in the removal പറ്റിയാണ്. സോ എന്താണ് ജസ്റ്റ് കമന്റ് ഇടുക. ക്വസ്റ്റ്യൻ വായിക്കുക, കമന്റ് ഇടുക. പെട്ടെന്നാകുക. അവിടെ ഏത് കമന്റ് ഇടാം. ഓക്കെ, ഒരാൾ ഇട്ടിട്ടുണ്ട്. അവിടെ എല്ലാവരും ഇത് ശരിയാക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ആൾക്കാര് 9 പേരും എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെ ഇട്ടേക്കുന്നത്. വെരി ഗുഡ്. 9 പേരും ഒരേപോലെ. നല്ല കാര്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The removal of judges of Supreme Court and High Court is on the basis of proven misconduct. എന്താണ് അവരുടെ എന്താണ് സ്വഭാവ ദൂഷ്യം, അവരുടെ മിസ്ബിഹേവിയർ കാരണം എന്താണ് ഇവരെ ഒന്നുകിൽ പുറത്താക്കാൻ പറ്റും. And absolute majority is of the Lok Sabha and Rajya Sabha is required for removal. എന്താണ് അബ്സല്യൂട്ട് മെജോറിറ്റി അല്ല എന്താണ് ഒരു സ്പെഷ്യൽ മെജോറിറ്റി ആണ് വേണ്ടത്. സോ രണ്ടാമത്തെ ആൻസർ തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 1ഉം എയും പോയി, ഡിയും ബിയും പോയി, സിയും പോയി. ദെൻ ആകെയുള്ളത് ഡി മാത്രം. അപ്പം ഇവിടെയാണ് ഈ എന്താണ് ഇവരെ പുറത്താക്കണമെങ്കിൽ, ഇവരെ റിമൂവ് ചെയ്യണമെങ്കിൽ എവിടെ ഈ രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് ഈ പറഞ്ഞ ഏത് രീതിയിലുള്ള മെജോറിറ്റി ആയിരിക്കും പാസ്സാക്കേണ്ടത്? സ്പെഷ്യൽ മെജോറിറ്റി ആണ് ഇത് പാസ്സാക്കേണ്ടത്. സോ എന്താണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇവിടെ ആർക്കും തെറ്റിട്ടില്ല, എല്ലാവർക്കും അത് ശരിയായിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ നോക്കാം. The removal of judges of Supreme Court and High Court through the process of എന്താണ് impeachment. This is clarified in the Article 124 under Article 271B of the Constitution. അതായത് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ആർട്ടിക്കിള് അധികം കാണാപ്പാടൊന്നും പഠിക്കണ്ട. ഈ ആർട്ടിക്കിള് എന്താണ് ജസ്റ്റ് അറിഞ്ഞു മാത്രം വെച്ചാൽ മതി. 124 എന്ന് നമുക്ക് എക്സാമിനൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചില്ല. ജസ്റ്റ് അറിഞ്ഞു വെക്കോ ഇവരെ
എങ്ങനെയാണ് ഈ ഇംപീച്ച്മെന്റ് പ്രോസസ് നടത്തുന്നത് എന്തിന്റെ ബേസിസിലാണെന്ന് നോക്കുക. എന്തിന്റെ ബേസിസിലാണ്? എന്താണ് പ്രൂവൻ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയുടെ ബേസിസിലായിരിക്കും ഇവരെ റിമൂവ് ചെയ്യുന്നത്. അതേപോലെ എന്താണ് ഇവരെ എന്താണ് ഈ സിമ്പിൾ മെജോറിറ്റി അല്ല സ്പെഷ്യൽ മെജോറിറ്റി ആയിരിക്കും. 2/3 മെമ്പേഴ്സ് പ്രസന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ 50% വോട്ട് ടോട്ടൽ മെമ്പേഴ്സിന്റെ 50% വോട്ട് മുകളിൽ കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന എന്താണ് ജഡ്ജിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ് ഇവരെ റിമൂവ് ചെയ്യുന്നത്. ലെങ്തിയസ്റ്റ് പ്രോസസ്സും കൂടാണ്. സോ ഓപ്ഷൻ ഡി ശരിയായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, which of the statement is correct regarding writ? Only the Supreme Court has the power to issue writ. Both the High Court and the Supreme Court can issue writ. There are mainly 5 writs. So ആൻസർ ഏതാണെന്ന് നോക്കുക. കമന്റ് ഇടുക. ഇത് അത്യാവശ്യം പാടാണ്, എന്നാലും കുഴപ്പമില്ലാതൊക്കെ പഠിക്കുന്നവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇട്ടോ കമന്റ് ഇട്ടോ. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഒന്ന് ശരിയാക്കാം. ഞാൻ പറഞ്ഞു തന്നൊരു രീതി ഉണ്ട്. PSC ചില കാര്യങ്ങളിൽ അവര് ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കും. നമ്മളൊന്ന് ശരിയാക്കാനെങ്കിലും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 12 പേർക്ക് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകളിലെ ചില പ്രശ്നങ്ങൾ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആൻസർ സുഖമായിട്ട് കറക്റ്റ് ആക്കാം. അതുകൊണ്ട് ഈ 12 പേർക്കും ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നു. 12 പേര് നോക്കട്ടെ. ഓക്കെ, ഒന്നാമത് നോക്കാം. only the Supreme Court has the power to issue writ. ഇതിനകത്ത് എന്താണ്? ഇവിടെ ഞാൻ എന്നും പറഞ്ഞൊരു കാര്യമാണ്. ഈ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഈ ഒരു സാധനം എപ്പോഴും എന്താണ് ഇതേപോലെ ഓള് ഒള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ PSC നമുക്ക് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. ആൻസർ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. വേറെ ഓപ്ഷനിലോട്ട് നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഒരെണ്ണം തെറ്റിപ്പോയി കഴിയുമ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും 95% തെറ്റായിരിക്കും അറിയാം. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് വയ്ക്കുക. ബോത്ത് ദ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്ട്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും എന്താണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? there are mainly 5 റിട്ട്, 5 റിട്ടുകളുണ്ട്. ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോ ഇവിടെ നമ്മളിത് പോയി കഴിയുമ്പോൾ തന്നെ എന്താണ് ഓപ്ഷൻ സിയിലൊക്കെ നമ്മൾ പോകും. ബാക്കിയുള്ളത് തെറ്റാണെന്ന് അറിയാം. കാരണം 1 തെറ്റാണ്. കുറെ പേർക്ക് ശരിയായിട്ടുണ്ട്, കുറച്ചു പേർക്ക് തെറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബോത്ത് ഹൈക്കോർട്ട് ആൻഡ് ആർട്ടിക്കിൾ 226 അതേപോലെ ആർട്ടിക്കിൾ 32 പ്രകാരമായിരിക്കും റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. എന്താണ് റിട്ട് നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോർട്ടിൽ എന്താണ് ആർട്ടിക്കിൾ 32 പ്രകാരം എന്താണ് ഈ പറയുന്ന റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ 226 പ്രകാരമായിരിക്കും ഹൈക്കോർട്ട് റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് റിട്ട് എന്ന് ചോദിക്കുക. 1 ഹേബിയസ് കോർപ്പസ്, പിന്നെ എന്താണ് പ്രൊഡ്യൂസ് ദ ബോഡി, ശരീരത്തെ ഹാജരാക്കുക. എന്താണ്? അതായത് ആരെങ്കിലും മിസ്സായിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ സിനിമകളിലൊക്കെ കേട്ടിട്ടില്ലേ, എന്താണ് ഹേബിയസ് കോർപ്പസ് കൊടുക്കുക എന്ന് പറഞ്ഞു. അതായത് ആളെ കൊണ്ട് മുന്നിൽ നിർത്തുക. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ചിലപ്പം ചില അച്ഛനും ചില മക്കളൊക്കെ പെൺമക്കള് അല്ലെങ്കിൽ ഒളിച്ചോടി പോവുക, ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം എന്താണ് ചില അച്ഛനമ്മമാരുണ്ട് കോടതി കൊണ്ട് കേസ് ഫയൽ ചെയ്യും, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. ആളെ കൊണ്ട് എന്താണ് ഇവിടെ വരുത്തുക എന്നുള്ളത്. കോടതിയിൽ അപ്പൊ കോടതി ഉത്തരവിടും, ആള് കോടതിയിൽ ഹാജരാകണം. എവിടാണെങ്കിലും കോടതിയിൽ ഹാജരാകണം. ഇല്ലെങ്കിൽ അറസ്റ്റ് വാറന്റോട് കൂടി തന്നെ ഹാജരാക്കേണ്ട ഇത് വരും. അപ്പൊ ഇതാണ് ഹേബിയസ് കോർപ്പസ് എന്ന്. പ്രൊഡ്യൂസ് ദ ബോഡി, ആളെ എന്താണ് മുന്നിൽ കൊണ്ട് നിർത്തുക. രണ്ടാമത് മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡയറക്ട്, എന്താണ് പബ്ലിക് ഓർഡേഴ്സിന്. അതായത് കോർട്ട് ക്യാൻ ഡയറക്ട് എ പബ്ലിക് അതോറിറ്റി ഓർ പേഴ്സൺ ഇൻ അതോറിറ്റി ടു പെർഫോം ലീഗൽ ഒബ്ലിഗേഷൻ. അതായത് അവർ കടമകൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കോർട്ടാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഡയറക്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെയാണ് പ്രൊഹിബിഷൻ ടു പ്രിവെന്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ പറയുന്ന ഹയസ്റ്റ് കോർട്ട് എന്താണ് ലോവസ്റ്റ് കോർട്ടിനോട് ചില കാര്യങ്ങൾ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും.
ചില വിധികൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തടഞ്ഞു നിർത്തും ഹൈക്കോർട്ടുകൾ, മേൽക്കോടതികൾ കീഴ്ക്കോടതിക്ക് വേണ്ടിയിട്ട്. അതാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞത്. നാലാമത് കോവാറന്റോ എന്ന് പറയുന്നത് എന്താണ്? ബട്ട് വാട്ട് അബൌട്ട് യൂസ് ടു ചെക്ക് വെദർ എ പേഴ്സൺ ഈസ് ഹോൾഡിംഗ് ആൻ ഒഫീഷ്യൽ പൊസിഷൻ ഇല്ലീഗലി. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള പൊസിഷന് ഇല്ലീഗലായിട്ട് ആണ് അയാൾ ഇരിക്കുന്നെങ്കിൽ അയാളെ അവിടുന്ന് എന്താണ് മാറ്റാൻ വേണ്ടിയുള്ള കാര്യം ഈ പറയുന്നതാണ് എന്താണ് കോവാറന്റോ എന്ന് പറയുന്നത്. ദെൻ അത് അടുത്താണ് സെറ്റാറിയോ എന്ന് പറയുന്നത്. ടു ഡയറക്റ്റ്, അതായത് ഒരു ഡയറക്ഷൻ കൊടുക്കുക. റോങ്ഫുൾ ഡിസിഷൻ ഒക്കെ ഉള്ള ഇതിനാണെങ്കിൽ എന്താണ് ഈ പറയുന്ന കോർട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഇത്രയാണ് ഈ 5ഓളം വിട്ടുകളുണ്ട്. ജസ്റ്റ് നമ്മുടെ എക്സാമിന് ഈ പറയുന്ന 5 വിട്ടുകളോളം നമ്മൾ പഠിച്ചിരിക്കണം. 5 വിട്ട് പഠിച്ചാലേ നമുക്ക് കാര്യമുള്ളേ. ഇത് കൃത്യമായിട്ട് ചിലപ്പോൾ എടുത്ത് ചോദിക്കും. ഇതിലെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹേബിയസ് കോർപ്പസ് ഉണ്ട്, അതേപോലെ തന്നെ കൊവാറോന്റെയും സെറ്റാറിയോ ഉണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ എടുത്ത് ചോദിക്കും. പ്രൊഹിബിഷൻ ഒന്നും അങ്ങനെ എടുത്ത് ചോദിക്കില്ല, അത് അറിയാം എല്ലാവർക്കും. വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്നതുകൊണ്ട് അത് ഇതുമായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ ഇത്രയും വിട്ടുകളിലെ കാര്യമൊന്നും നോക്കുക. ഇതാണ്. അപ്പൊ ഇതിലെ നമ്മള് ഈ ഒരു ആൻസറിന്റെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് എന്താണ് ഇത് ഓൾറെഡി നമുക്കറിയാം 5 വിട്ട്. ഇപ്പൊ നാളെ ഇപ്പൊ മാൻഡമസോ അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസോ എന്നാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടേം എന്താണെന്നുള്ള പഠിച്ചു വെക്കുക. ജസ്റ്റ് ആ ടേം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഒരു കാര്യം പഠിച്ചാൽ മതി. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എ ബോഡി, അത് നമുക്ക് പെട്ടെന്ന് അറിയാം. എന്താണ് ശരീരം ഹാജരാക്കുക എന്നുള്ളത്. എന്താണ് മാൻഡമസ് എന്നാൽ ഡയറക്റ്റ്, അത് ഒരു ഡയറക്ഷൻ കൊടുക്കുക, ഏതെങ്കിലും ഒരു പബ്ലിക്കോടുള്ള ഡയറക്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ പ്രൊഹിബിഷൻ അറിയാം, പ്രിവെന്റ് കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുക. വാറണ്ടി അറിയാം, ബട്ട് വാട്ട് അതോറിറ്റിയുടെ കാര്യമാണ്. ചെക്ക് ദ പേഴ്സൺ ഈസ് ഹോൾഡിംഗ് എന്താണ് ഇല്ലീഗൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളെയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഈ പറയുന്ന കൊവാറന്റോ ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അതേപോലെ സെറ്റാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ആൻസർ ചെയ്യും. ഇതെല്ലാം കാണാൻ അതേപോലെ എടുത്ത് മീനിങ് പഠിക്കണമെന്നല്ല, ജസ്റ്റ് ഈ ഒരു വേർഡ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ ഓപ്ഷൻ 2ഉം 3ഉം ആണ് ശരി, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ശരിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തെറ്റി പോയവരും ഇതേപോലെ നോക്കുക എന്താണ് തെറ്റിയതെന്നുള്ളത്. തെറ്റിയ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് പോവുക. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ഇത് ക്വസ്റ്റ്യൻ എല്ലാവരും കഴിഞ്ഞല്ലോ, എല്ലാവരും ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. വെരി ഗുഡ് ആണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കഴിവായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. എല്ലാവരും ഡി ആണ് ഇട്ടത്, ക്വസ്റ്റ്യൻ ഡി അല്ല. സോ നമുക്കൊന്ന് നോക്കാം. ഞാൻ വെച്ച് ക്വസ്റ്റ്യൻ എല്ലാവരും ശരിയാക്കി ക്വസ്റ്റ്യൻ തെറ്റിച്ചു. ഇനിയില്ല കഴിഞ്ഞു കമന്റ് കഴിഞ്ഞു. എത്ര നേരം വെയിറ്റ് ചെയ്തില്ലേ? ഇനി പറഞ്ഞിട്ട് ഇനി ആര് മാറ്റാൻ പറ്റത്തില്ല. ഇനി ബി ഒന്നും ഇടാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കാം. ദ ഹൈക്കോർട്ട് ഇസ് ദ കോർട്ട് ദാറ്റ് ഹിയർസ് കേസസ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഇത് ശരിയാണോ തെറ്റാണോ? ഹൈക്കോർട്ട് ഇസ് ദ കോർട്ട് ദാറ്റ് ഹിയർ കേസസ് വിത്തിൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റുകളുടെ കേസസ് കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? ഹൈക്കോടതിയല്ലേ? അതേപോലെ നമ്മുടെ സംസ്ഥാനങ്ങളുടെയൊക്കെ കേസ് കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് ശരിയാണ്. അതേപോലെ തന്നെ എന്താണ് the decision of the Supreme Court is accepted by all the courts. ഇത് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ട്രൂ ആണ്. ചിലർ ഫോൾസ് ഇട്ടിട്ടുണ്ട്. ഇത് ട്രൂ ആണ്. എന്താണ്? ഡിസിഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് അക്സെപ്റ്റഡ് ബൈ ഓൾ ദ കോർട്ട്. ശരിയാണ്. അതായത് സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ എല്ലാ കോടതികളും അത് അനുസരിക്കണം. അതൊരു ശരിയായിട്ടുള്ള കാര്യം. ഇവിടെ ഓളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെ ഓർക്കരുത് കേട്ടോ. ചില കേസുകൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത് സുപ്രീം കോടതിയുടെ ഒരു ജുഡീഷ്യറിയുടെ തീരുമാനം മേൽക്കോടതി വിധിക്കുന്ന കാര്യങ്ങൾ കീഴ്ക്കോടതികൾ അനുസരിക്കണമെന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ മൂന്നാമത്തെ സെന്റൻസ് സുപ്രീം കോർട്ട് ക്യാൻ ട്രാൻസ്ഫർ ദ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. എന്തുകൊണ്ടെന്നാല് സുപ്രീം കോടതിക്ക് ഒരു ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? നമ്മള് ഒരു ക്ലാസ്സില് ഒരു കാര്യം പഠിച്ചായിരുന്നു. നിങ്ങൾ ലൈവ് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾ, ലൈവ് ക്ലാസ്സിൽ അല്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. പ്രസിഡന്റിന്റെ ആ ഒരു ക്ലാസ് നമ്മൾ പഠിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് നമ്മുടെ പ്രസിഡന്റിന് ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം, ആരെയൊക്കെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യം. എന്താണ് ഈ പറയുന്ന ഒരു ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ ആരായിരിക്കും വേണ്ടത്? പ്രസിഡന്റ് ആയിരിക്കും. ഇൻ ദ കൺസൾട്ടേഷൻ ഓഫ് ദ CJI, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടേഷൻ പ്രകാരം ഒരു കൊളീജിയം ഉണ്ടാവും ശരിക്കും ഇതിനകത്ത്. പ്രസിഡന്റിനായിരിക്കും എന്താണ് ഈ പറയുന്ന അധികാരമുള്ളത് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജിയെ, ഇപ്പം നിങ്ങൾ മറ്റേ ഇയാളുടെ ഒരു കേസ് ഉണ്ടായി, യശ്വന്ത് ശർമ്മയോ എന്ന് പറഞ്ഞ ആളുടെ ഒരു ജഡ്ജിയുടെ കേസൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. കുറെ പൈസ കൈക്കൂലി മേടിച്ചുകൊണ്ട് ആളെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത കാര്യമൊക്കെ. അപ്പൊ നിങ്ങൾ ആ ന്യൂസ് ഒക്കെ ഇതൊന്ന് വായിച്ചു നോക്കണം. ഇതുപോലെ ഈ പറഞ്ഞ എന്താണ് ഇതുപോലെ ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അയാളെ ട്രാൻസ്ഫർ ചെയ്തതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അയാളെ ആകെ കൂടി ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫറിന്റെ കേസാണ് പറഞ്ഞത്. പ്രസിഡന്റിന്റെ ആയിരിക്കും അധികാരം എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൈക്കോർട്ട് ഇസ് ദ സുപ്രീം കോർട്ട് അണ്ടർ സൂപ്പർവൈസർ ഓഫ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ആർട്ടിക്കിൾ 214 ഇസ് ജുഡിഷ്യൽ വിത്തിൻ ദ സ്റ്റേറ്റ്. അതായത് ഈ പറഞ്ഞ എന്താണ് സ്റ്റേറ്റിന്റെ കാര്യങ്ങളും യൂണിയൻ ടെറിട്ടറിയുടെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹൈക്കോർട്ടിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് ഈ പറഞ്ഞ ഹൈക്കോർട്ടായിരിക്കും ഈ കേസുകൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ആർ ബൈൻഡിങ് ആൻഡ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ഓൾ കോർട്ട്. അതായത് ഈ പറയുന്ന നമ്മുടെ സുപ്രീം കോടതിയുടെ എല്ലാ കേസുകളും, സുപ്രീം കോടതി വിധിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റ് കീഴ്ക്കോടതികൾ അനുസരിച്ചിരിക്കണം. അതായത് എന്താ ആർട്ടിക്കിൾ 141 പ്രകാരമാണ്. നമ്മൾ ആർട്ടിക്കിൾ അറിഞ്ഞിരുന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോർട്ട് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ട്രാൻസ്ഫർ ഹൈക്കോർട്ട് ജഡ്ജ്. ദ പ്രസിഡന്റ് ഹാസ് ദ പവർ ടു ട്രാൻസ്ഫർ ഹൈക്കോർട്ട് ജഡ്ജ്. എന്താ ആർട്ടിക്കിൾ 222 ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് എന്താണ് പ്രസിഡന്റ് ഹാസ് ദ പവർ ടു ട്രാൻസ്ഫർ ഹൈക്കോർട്ട് ജഡ്ജ്. അതായത് പ്രസിഡന്റിനാണ് ഈ പറഞ്ഞ ഒരു ഹൈക്കോർട്ട് ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം ഉള്ളത്. സോ എന്താണ് ഇൻ ദ അപ്രൂവൽ ഓഫ് ദ ഡയറക്ഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, CJIയുടെ ഈ ഒരു അപ്രൂവല് വേണ്ടി വരും ഇങ്ങനെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. സോ എന്താണ് C ആണ് ഉത്തരം. 1 and 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ബോർ അടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ചെയ്ത് കുറച്ചുപേരൊക്കെ തെറ്റിക്കഴിഞ്ഞപ്പം കുറച്ചുപേരൊക്കെ ഇപ്പം ആക്റ്റീവ് അല്ലാതെ മാറുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ. Right to Information Commission have been formed at the state and central level. There will be not more than 10 members, including the Chief Information Commission. If the officer provides false information or does not respond within the stipulated time, a fine can be imposed on him. So, ഒന്ന് നോക്കിയിട്ട് എന്താണ് ഇത് ആൻസർ കമന്റ് ഇടുക. Right to Information Commission have been formed at the state and central level. ശരിയല്ലേ? ഇൻഫർമേഷൻ കമ്മീഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലും ഉണ്ട്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. There will not be more than 10 members, including the Chief Information Commission. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ കൂടാതെ എന്താണ് മൊത്തം ടോട്ടൽ 11 പേര്, അതിലെ 10 അംഗങ്ങളും അതേപോലെ തന്നെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും
ഇത്രയും ആൾക്കാരും ഉണ്ട്. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദ ഓഫീസർ പ്രൊവൈഡ് ഫാൾസ് ഇൻഫർമേഷൻ ഓർ ഡസ് നോട്ട് റെസ്പോണ്ട് വിത്ത് ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം എ ഫൈൻ ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ഹിം. അതായത് ഒരു ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ചോദ്യം ചോദിച്ചു അതിന് തെറ്റായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ എന്താണ് ഒരു കൃത്യ മറുപടി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള എന്താണ് ഇപ്പം അങ്ങനെയുള്ള ഓഫീസിനെതിരെ എന്താണ് ഈ പറഞ്ഞ ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. There is no power to direct the disclosure of information pending before the court. അതേപോലെ എന്താണ് നാലാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്, there is no power to direct the disclosure of information pending before the court. അതായത് കോടതിയുടെ ഒക്കെ പരിഗണനയിലുള്ള ചില സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും പുറത്ത് വിടാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഇതിന് മറുപടി ഒന്നും തരാൻ പറ്റില്ല. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. സോ എന്താണ് ഓൾ ഓഫ് ദ എബോവ് അല്ലേ ശരി? എല്ലാ ഇതും ശരിയാണ്. അപ്പോൾ കുറച്ച് പേര് അത് ശരിയാക്കിയിട്ടുണ്ട്. തെറ്റിയത് കുഴപ്പമില്ല, നിങ്ങൾ ഇത് നോക്കി പഠിച്ചാൽ മതി. ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. റൈറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ കാര്യം, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും അതേപോലെ തന്നെ എന്താണ് ടോട്ടൽ 11 മെമ്പേഴ്സ് ആണോ? ടോട്ടൽ 11 മെമ്പേഴ്സ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? There will be not more than 10 മെമ്പേഴ്സ്. അല്ല, ടോട്ടൽ 11 മെമ്പേഴ്സ് കേട്ടോ. 10 മെമ്പേഴ്സ്, അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 മെമ്പേഴ്സും കൂടാണ് വരുന്നത്. ടോട്ടൽ 11 മെമ്പേഴ്സ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഇല്ല, നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 10 മെമ്പേഴ്സ് കൂടാൻ പറ്റത്തില്ല. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വേറെ ഇത് നിൽക്കുക. അപ്പൊ എക്സ്ക്ലൂഡിംഗ് എന്നല്ലേ പറയുന്നത്? ഓക്കെ, അതിനകത്ത് ഇത്തത് മിസ്റ്റേക്ക് അല്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നേക്കുന്നത്. നമുക്ക് ആൻസർ കീയിൽ നമുക്ക് ഇതേ രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പൊ മൊത്തം 11 മെമ്പേഴ്സ് ആണ്. CJയും അതേപോലെ തന്നെ 10 മെമ്പേഴ്സും ആണ് ഇതിന്റെ കണക്കെന്ന് പറയുന്നത്. 10 മെമ്പേഴ്സും അതേപോലെ തന്നെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും CICയും കൂടാണ് വരുന്നത്. മൊത്തം 11 മെമ്പേഴ്സ് ആണ് വരുന്നത്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത് ചീഫ് കമ്മീഷണർ ഉൾപ്പെടെ 10 പേരിനെ കൊടുത്തിരിക്കുന്നു അല്ലേ? അതെ, നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ് എന്നാ പറയുന്നത്. 10 മെമ്പേഴ്സ് കൂടാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്, ഇൻക്ലൂഡിങ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. മൊത്തം 11 പേരെ ശരിക്കും മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവര് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ PSCയുടെ ആൻസർ കീയിലും ഇതേ തന്നെയാണ് വന്നേക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ അല്ല, അവരുടെ മെയിൻ ആൻസർ കീയിൽ ഇതേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. മൊത്തം 11 മെമ്പേഴ്സ് ആണ് വരുന്നത്. ഒന്നുകൊണ്ടൊന്ന് നോക്കട്ടെ. സോ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഏതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? 10ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ഷൻസ് ആർ ഡയറക്ട്ലി കണ്ടക്ടഡ് ബൈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, presidential and vice presidential election, local government election, state legislative assembly council election, രാജ്യസഭ ലോക്സഭ election. ഏതാണെന്ന് നോക്കുക. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന ഏതൊക്കെ ഇലക്ഷൻ ആണെന്നുള്ളത് നോക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഇതാരാ നടത്തുന്നത്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണ് ഈ പറഞ്ഞ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷൻ നടത്തുന്നത്. ലോക്കൽ ഗവൺമെന്റ് ഇലക്ഷൻ, അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാണ്? അതാണ് നമ്മൾ മുന്നേ ഇതേപോലെ ഒരു കാര്യം പറഞ്ഞു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് മെത്തേഡാണ് എടുത്തേക്കുന്നത്. സ്റ്റേറ്റ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഈ പറയുന്ന കാര്യം കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ കൗൺസിൽ ഇലക്ഷൻ ഇതാരാണ് കണ്ടക്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണോ അതോ സെൻട്രൽ ആണോ? ആരാണ്? ആരും കമന്റ് ചെയ്തില്ല. ആരെങ്കിലും കമന്റ് ചെയ്യും.
യെസ്, സെൻട്രൽ ആണ്. സ്റ്റേറ്റ് അസംബ്ലി അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതും ശരിയാണ്. ദെൻ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ, ഇതും ആരാണ്? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. സോ അപ്പൊ ഏതൊക്കെ ആയിരിക്കും ശരിയെന്ന് പോകുന്നത്? 2 തെറ്റാണ്. ഏതായിരിക്കും? ബി 1, 2, 4 ആണ്. ഓൾറെഡി രണ്ടാമത്തെ തെറ്റുമ്പോ തന്നെ എയും പോവും, സിയും പോവും, ഓൾ ഓഫ് ദ കറക്റ്റും പോവും. പിന്നുള്ളത് ബി ആണ് എളുപ്പമുള്ള കാര്യം. കാരണം ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെന്റ് ഇലക്ഷൻ കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ഷനും. അപ്പം നേരത്തെ അവര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ ഈ കാര്യം അവര് എങ്ങനെ പോയെന്ന് പറയാനും ഓപ്ഷൻസ് അവര് എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏതൊക്കെ ഏരിയ അവർ എടുക്കുന്നുണ്ട്, ഏതൊക്കെ അങ്ങനെ ഇപ്പൊ ഒരു ഓപ്ഷൻ അവർ തന്നാലും അടുത്ത എക്സാം ആകുമ്പോൾ അവർ ആ ഓപ്ഷനിലേക്ക് അവർ തിരിച്ച് വീണ്ടും എന്താണ് ആ ഓപ്ഷനിൽ എടുത്തിട്ട് വേറെ എന്തെങ്കിലും അവർ ഇടാൻ നോക്കും. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലായിട്ട് വരികയും ചെയ്യും. ഇത്രയാണ് നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. ഓരോ ദിവസങ്ങളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസേ പോകുന്നുള്ളൂ. അതിൽ മാക്സിമം എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ബാക്കി കുറച്ച് നോട്ട്സ് കാര്യങ്ങൾ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇല്ല 10 നമ്മൾ ചെയ്തിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നോട്ട്സ് തരുമ്പോൾ അതിനകത്ത് പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഹൈക്കോർട്ടിന്റെ സുപ്രീം കോടതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നോട്ട്സ് അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പൊ ലൈവ് ക്ലാസ്സോടെ ഏകദേശം നമ്മൾ തീരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ശരി എന്തായാലും.